ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എടാ മോനെ, നീ ഇതോടെ വച്ചേക്കുന്നേ? ഈ പറയുന്ന സ്വർണം ഞാൻ നമ്മുടെ വീട്ടിലൂടെ കണ്ടതാടാ. അച്ഛാ മോനെ, നിങ്ങൾ കൃത്യസമയത്താ വന്നത് കേട്ടോ. ഈ തിരിച്ചറിയൽ പറയേണ്ടി കഴിഞ്ഞാ ഇവന്റെ വിശദമാണെന്ന് ചോദ്യം ചെയ്യാതിരിക്കുകയായിരുന്നു. അത് നിങ്ങൾ കാണാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ലത്. വെറുതെ എന്തിനാ നിങ്ങളെ ഒരാൾക്ക് ഞാൻ മേടിച്ച് കെട്ടുന്നേ? അടി തുടങ്ങിയാലേ ഇവിടെ പാട്ട് വെക്കും. പാട്ട് തീരുമ്പോ ഇവൻ സത്യം പറയുകയും ചെയ്യും. എന്തർത്ഥത്തില എന്റെ മകനെ പിടിച്ച് നിങ്ങൾ അകത്തിട്ടിരിക്കുന്നത്? ഇവൻ എന്ത് കുറ്റം ചെയ്തത്? സത്യാമ്മയുടെ മകനാണോ ഈ നിൽക്കുന്ന വിഷ്ണു? അതെ. എങ്കിൽ എന്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എവിടെയെങ്കിലും കണ്ട് ഓർമ്മയുണ്ടോന്ന് നോക്കിക്കേ. സത്യാമ്മ ഇവരെ അനുഗ്രഹിക്കണം. അച്ഛൻ ഇവരെ മനസ്സിലായോ? സത്യഭാമ ഒരിക്കൽ ഇവര് നടത്തിയ സമൂഹ വിവാഹത്തിൽ വെച്ച് ഈ വിഷ്ണുവിനെ എനിക്ക് വേണ്ടി ആലോചിച്ചതാ. ഞാനാണ് ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി അണിയിച്ചൊരുക്കി ഇവിടെ കൊണ്ടുവന്നത്. ആ വിവാഹം നടത്തി കൊടുക്കേണ്ട ചുമതലയും എനിക്കുണ്ട്. ഇവിടെ ഈ ദൈവസന്നിധിയിൽ ഇവിടെ വച്ച് തന്നെ എന്റെ മകൻ വിഷ്ണു ഇവിടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. അതിന് കാരണമുണ്ട്. അന്നത്തെ എന്റെ കല്യാണം മുടക്കിയത് ഈ വിഷ്ണുവിന്റെ കളക്ടറായ ഭാര്യ ശാലിനി വിഷ്ണു ആണ്. ഈ വിവാഹം നടത്തരുത്. അപ്പൊ ഇതിനിടയിൽ ഇങ്ങനെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ടല്ലേ? അത് ശരി. അപ്പൊ നിങ്ങളെല്ലാരും കൂടി കരുതി കൂടി കൊച്ചിന്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയതല്ലേ? ബെസ്റ്റ് ഫാമിലി. മോളെ, അന്ന് ആ കല്യാണം എന്തുകൊണ്ടാ മുടങ്ങിയെന്നൊക്കെ നിനക്കറിയാവുന്നല്ലേ? ഇവിടെ നിന്റെ സ്വർണ്ണം എടുത്ത എന്റെ മകനല്ല. എന്റെ വീട് മുഴുവൻ ഈ പോലീസുകാർ വന്ന് പരിശോധിച്ചതല്ലേ? അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അപ്പോഴേ കിട്ടേണ്ടതായിരുന്നു. ഒരിക്കൽ നിങ്ങളുടെ മരുമകൾ എന്റെ ജീവിതം തകർത്തതാ. ഇപ്പൊ വീണ്ടും എന്നെ തകർക്കാൻ നിങ്ങൾ നിങ്ങളുടെ മകനെ കൂട്ടി വന്നിരിക്കുന്നു. $30 പവൻ സ്വർണ്ണോ ഞങ്ങൾക്ക് നഷ്ടമായത്. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ കല്യാണം നടക്കില്ല. ഞാൻ വീണ്ടും അന്നത്തെ പോലെ തലയും കുമ്പിട്ട് കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോണ്ടി വരും. അങ്ങനെ ഒരു അപമാനം താങ്ങാൻ എനിക്ക് കരുത്ത് തരണമെന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. ഇല്ലെങ്കിൽ ഞാൻ നഷ്ടപ്പെടുത്തുന്ന എന്റെ ജീവന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. ജീവിതകാലം മുഴുവൻ മകൻ അകത്ത് കിടക്കേണ്ടി വരും. എന്തൊക്കെ പറയുന്നത് മോളെ?
എടാ മോനെ, നീ ഇതോടെ വച്ചേക്കുന്നേ? ഈ പറയുന്ന സ്വർണം ഞാൻ നമ്മുടെ വീട്ടിലൂടെ കണ്ടതാടാ. അച്ഛാ, എവിടെ? അല്ല, എവിടാണെന്ന് മാത്രം ഞാൻ ഓർക്കുന്നില്ലടാ. പക്ഷെ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. അച്ഛാ, അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? ഇതെങ്ങനെ പോലീസുകാർ കേട്ട അച്ഛനെയും പിടിച്ചകത്തിടും? അച്ഛനൊന്നും ഉണ്ടായിരിക്കേ? ഡോ, എന്താണോ അച്ഛനും മോനും കൂടെ അവിടെ കുശലം പറച്ചില്? എന്തായാലും കൊള്ളാം. അപ്പൊ നീ ഈ പെങ്കൊച്ച് ആരാണെന്നും ഏതാണെന്നൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള കളിയായിരുന്നല്ലേ? എന്തോ നേടായത്? ഒരു പാവം പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാൽ നിനക്കൊക്കെ സുഖിച്ചും മതിച്ചും നടക്കണോ? ഒരു ഓട്ടോ പേരിനെടുത്തിട്ടിട്ട് പിടിച്ചു പറിയും തട്ടിപ്പും തൊഴില്. ഓ, വകുപ്പുകൾ എന്തെല്ലാം ആടാ വന്ന് വീണോണ്ടിരിക്കുന്നേ. എടാ, ഇതിപ്പോ വന്ന് ഈ ശിക്ഷകളെല്ലാം കൂടെ അനുഭവിച്ചു തീർക്കാൻ നിനക്ക് രണ്ടാമതൊരു ജന്മം കൂടി എടുത്തു വരേണ്ടി വരുമല്ലോടാ. ശരി, ഞാൻ വകുപ്പ് എഴുതിക്കോളാം. എഴുതേണ്ട രീതിയിൽ തന്നെ എഴുതിക്കോളാം. എന്നാ പിന്നെ നിങ്ങളങ്ങ് പൊക്കോ. ഇവന്റെ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ആക്കിക്കോളാം. പൊക്കോടോ, ഞാനല്ലേ പറയുന്നേ. ശരി സാർ. ഹലോ, ഇനി നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയണോ? നിന്ന് നാടൻ കളിക്ക് ഇറങ്ങിപ്പോടോ. ഇനി കുറെ കാലം ഇവ ഞങ്ങളെ കൂടാ. ഇറക്കി വിടുന്നവരെ. മോനെ, ഒരു കുഴപ്പമില്ലമ്മ, ചെല്ലേ. ചെല്ലമ്മേ. വരൂ. കേട്ടോ? ചെല്ലേ.